ലോകത്തിലെ ഏറ്റവും പണക്കാരനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇലോൺ മസ്ക് ആണ് എന്നാണ് എൻ്റെ അറിവ്. അതിങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള വനിത ആരാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഏറ്റവും പണക്കാരിയായ വനിത ആരാണെന്ന് അറിയാമോ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യ സാമ്രാജ്യത്തിന്റെ അവകാശി, ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നയായ സ്ത്രീകളിൽ ഒരാളുമായ ഫ്രാങ്കോയിസ് ബെറ്റൻകോട്ട് മേയേഴ്സ് ആണ് ആ ഒരു വനിത. 1950 സ്ഥാപിതമായ ലോറിയൽ എന്ന ലോക പ്രശസ്ത സൗന്ദര്യ വസ്തുക്കളുടെ കമ്പനിയുടെ ഭരണ ചുമതല അവരുടെ കയ്യിൽ ഇന്ന് ഭദ്രമാണ്. 1953 ഫ്രാങ്കോയിസ് ജനിച്ചത്. 2017 അവരുടെ അമ്മ ലിലിയൻ ബെറ്റൻകോട്ട് മരണമടഞ്ഞതോടെ ലോറിയയിലെ മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗവും അവകാശമായി ഫ്രാങ്കോയിസിന് ലഭിച്ചു. പക്ഷെ അവകാശമായാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വലിയ കോമ്പറ്റീഷനുള്ള മേഖലയിൽ സർവൈവ് ചെയ്തുകൊണ്ട് കമ്പനിയെ ആരും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിക്കുക തന്നെയാണ് വലിയ കഴിവ്. തന്റെ അമ്മയുടെ മരണശേഷം വലിയൊരു ചുമതലയാണ് ഫ്രാങ്കോയിസ് തന്റെ തലയിലെടുത്തു വെച്ചത്. ഫ്രാങ്കോയിസിന് അവരുടെ അമ്മയുമായി വളരെ മോശമായ ബന്ധമായിരുന്നു. അവരുടെ കുടുംബ കലഹങ്ങൾ കോടതികളിലേക്ക് വരെ എത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിവ്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് ഇടയിലും ഫ്രാങ്കോയിസ് ഒരു വിജയകരമായ ബിസിനസ് വനിതയായി മാറുകയായിരുന്നു, അല്ലെങ്കിൽ തെളിയുകയായിരുന്നു. കല, ശാസ്ത്രം, ഗവേഷണം, സാമൂഹിക വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും അവർ ധനസഹായം നൽകുന്നുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഫ്രാങ്കോയിസ് തന്റെ കമ്പനിയെ $100 ബില്യൺ കടക്കുന്ന വലിയ കമ്പനിയാക്കി മാറ്റിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിയായ വനിതയാണ് ഇപ്പോൾ ഫ്രാങ്കോയിസ്. സാധാരണയായി പുരുഷന്മാരുടെ പേര് മാത്രം കേൾക്കാറുള്ള പട്ടികയിൽ ഒരു വനിത കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതൊരു നല്ല മാറ്റത്തിന്റെ തുടക്കമാകട്ടെ. എല്ലാ മേഖലയും സ്ത്രീകൾ എത്തിപ്പെടട്ടെ, വനിതകൾ എത്തിപ്പെടട്ടെ. എന്തായാലും നമ്മുടെ ലോകത്ത് മുമ്പുണ്ടായിരുന്ന പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞ സംഭവം മാറി എല്ലായിടങ്ങളിലും എല്ലാവരും ഒരുപോലെ ഈക്വലായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.